അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴയ കഥയാണിത്. ഒരു ഗ്രാമത്തിൽ പഴയൊരു വിഷ്ണുക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ആൽമരം. നല്ല തണലുള്ള മരമാണ്, പക്ഷേ രാത്രിയായാൽ അതിന്റെ അടുത്ത് ആരും പോകാറില്ല. കാരണമെന്താണെന്നറിയുമോ? അവിടെ ഒരു ദേവിയുടെ പ്രതിഭാസമുണ്ടാകുമെന്ന് എല്ലാവരും പറയും. ആലിലത്ത് ദേവി എന്ന ഞങ്ങൾ പറയാറ്. നമ്മുടെ കഥയിലെ നായകനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ഇതൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഇതൊക്കെ വെറും തോന്നലുകളാണ്, അല്ലാതെ എന്തുണ്ടിതിൽ എന്നൊക്കെ അവൻ വിചാരിച്ചു. അങ്ങനെ ഒരു രാത്രി അവൻ ആ ദേവിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. ധൈര്യപൂർവ്വം ക്ഷേത്രത്തിനടുത്തുള്ള ആലിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു. അവൻ ഇരുന്നതും ചുറ്റും പെട്ടെന്ന് ഒരു ചൂടുള്ള കാറ്റ് വീശി, ഒപ്പം എന്തോ കരിഞ്ഞതുപോലൊരു മണം. അവൻ പേടിച്ച് മുകളിലേക്ക് നോക്കി. ആലിന്റെ കൊമ്പുകളിൽ നിന്ന് വെള്ള ഉടുപ്പിട്ട ഒരു സ്ത്രീ ഇറങ്ങിവരുന്നു. അവളുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങുന്നുണ്ട്. കാറ്റിൽ അവളുടെ നീണ്ട മുടി പറന്നുകളിക്കുന്നു. അവളെ കണ്ടതും അവൻ ശരിക്കും പേടിച്ചുപോയിരുന്നു. അപ്പോൾ ആ സ്ത്രീ ഭയാനകമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മനുഷ്യൻ ഇവിടെ ഇരിക്കേണ്ട സമയമല്ല. ഇത് എന്റെ സ്ഥലം." അവൻ എഴുന്നേറ്റ് ഓടാൻ നോക്കിയെങ്കിലും കാലുകൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ശരീരം മുഴുവൻ തളർന്നതുപോലെയായി. പിന്നീട് പിറ്റേന്ന് രാവിലെ ക്ഷേത്രനട തുറന്നപ്പോൾ ആളുകൾ ആൽമരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ആ ചെറുപ്പക്കാരന്റെ ചെരുപ്പും കുറച്ച് രക്തക്കറകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പിന്നെ തിരിച്ചുവന്നില്ല. ഇന്നും ആ ക്ഷേത്രത്തിലെ പൂജാരി പറയാറുണ്ട്, രാത്രിയിൽ ആലിന്റെ ചുവട്ടിൽ ആരെങ്കിലും ഇരുന്നാൽ പിന്നെ ആരും തിരികെ വരില്ല.